ഹലോ ഗൈസ്, അവീൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മൈഗ്രേഷൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നൊരു കാലമാണ്. മലയാളി ലോകം മൊത്തം പടർന്ന് അത് കാലങ്ങളായിട്ട് ഒരു 50കൾ മുതലേ മലയാളി ലോകം മൊത്തം പടർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, ഗൾഫ് മുതലായ രാജ്യങ്ങളിലേക്ക് പടർന്ന് യൂറോപ്പിലേക്കും കുടിയേറിയൊരു കാലമുണ്ട്. പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ യൂറോപ്പിലേക്ക് മലയാളി കുടിയേറ്റിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം ഈ കുടിയേറ്റത്തിനകത്ത് ഈ റീസെൻ്റ്ലി നമ്മുടെ മലയാള മാധ്യമങ്ങൾ അരത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള എല്ലാവരും തിരിച്ചു പോകേണ്ടി വരും. അതായത് നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാട്ടിലത്തെ ഒരു പണ്ട് ഗൾഫിൽ ആൾക്കാർ പോയവരാണ്. ഒരു 5 വീട് എടുത്തു കഴിഞ്ഞാൽ ഒരാളിലും ഗൾഫിൽ കാണുന്ന പറഞ്ഞ പോലത്തെ അവസ്ഥയ്ക്കകത്ത് ഇപ്പോൾ ഒരു 10 വീട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 5 വീടെങ്കിലും UK പഠിക്കുന്ന ഒരു ചെറുപ്പ ബാല്യക്കാരൻ കാണും എന്നുള്ള സിറ്റുവേഷനോട് പോയിരിക്കുകയാണ്. ഇപ്പം അങ്ങനെയുള്ള സ്ഥലത്താണ് എന്തുകൊണ്ട് UK നിയമങ്ങൾ മാറുന്നു, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവയർനെസ് വേണ്ടത്. കാരണം നാട്ടിലെ ആൾക്കാർ പറഞ്ഞു കൂട്ടി ഇപ്പോൾ നാട്ടിൽ നിന്നൊക്കെ ആൻറ്റിമാരും അങ്കിൾമാരൊക്കെ വിളിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, മോനെ അവൾ തിരിച്ചു വരേണ്ടി വരുമോ, മോളെ അവളുടെ കല്യാണം നിശ്ചയിച്ച് വെച്ചിരിക്കുക, അവളുടെ കാര്യം എന്നതാവും എന്നുള്ള ടൈപ്പിലുള്ള ഒരു ആദിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ തിരിച്ചു പോകേണ്ടി വരും. ഇവിടെ വീട് വാങ്ങിച്ചൊരു പോലും തിരിച്ച് നാട്ടിലോട്ട് രക്ഷപ്പെട്ട് പോകേണ്ടി വരും. ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം അടിച്ചോടിക്കും. ഈ ഒരു സിറ്റുവേഷനിലോട്ട് ആൾക്കാർ പറഞ്ഞ് എത്തിച്ച്, അത് ബ്ലോഗർമാർക്കും വളരെ വലിയ പങ്കുണ്ട് തള്ളി മറിച്ച് അത്രയും ആക്കി എടുത്തതിനകത്ത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങളിതിനകത്ത് ഞങ്ങളുടെ ഭാഗം ഒന്ന് പറയാൻ ശ്രമിക്കുന്നത്. എൻ്റെ പേര് ഫെലിക്സ്. ഞാനിവിടെ ഒരു 15 വർഷത്തോളം 2010 ഞാനിവിടെ വന്നതാണ്. ഞാൻ വന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. ഇവിടെ വന്ന് സ്റ്റുഡൻറ്റ് വിസയുടെ കാലത്തുനിന്ന് അന്നത്തെ കാലത്തെ നിയമമാറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായി. ഒത്തിരി വിസകൾ ബാൻ ചെയ്യപ്പെട്ടു, ഒത്തിരി വിസകൾ എടുത്തു കളഞ്ഞു. എനിക്കിവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടായി. ശേഷം ഞാൻ എക്സാംസ് എഴുതിയെടുത്ത് നേഴ്സായി. ഇപ്പം ഞാൻ നേഴ്സിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ നിയമമാറ്റങ്ങൾക്കകത്ത് എനിക്ക് സംസാരിക്കാൻ കഴിയുന്നത് എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാനിവിടെ നിയമ പുസ്തകമോ നിയമവിശാരദനൊന്നുമല്ല. എനിക്ക് ഇന്ന റൂളുകളുടെ ഇന്ന അനുബന്ധങ്ങൾ കാരണം ഇന്നതൊന്നും ഉണ്ടാകരുത് എന്നൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ബട്ട് വാട്ട് വാസ് ഗോയിങ് ഓൺ ഹിയർ, ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ 15 വർഷത്തോളം ഇവിടെ എന്തുണ്ടായി എന്നെനിക്ക് പറയാൻ കഴിയും. എന്തൊക്കെ ഉണ്ടായേക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. കാരണം ഇത്രയൊക്കെ ഉണ്ടാകത്തുള്ളൂ. അതിന് മുകളിൽ നിന്ന് ഇവിടെ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം ഈ രാജ്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിൽക്കുന്ന ഒരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴേ അത് നിങ്ങൾക്ക് ഇച്ചിരി കത്തത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ അവീൽ സ്റ്റോറീസിന് വേണ്ടി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നു. എന്താണ് എന്താണ് യുടെ ഇന്നത്തെ സിറ്റുവേഷൻസ്, അവരുടെ പൊളിറ്റിക്കൽ ചേഞ്ചുകൾ എന്തൊക്കെയാണ് ഇനി ഭാവിയിലേക്ക് പ്രതീക്ഷിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഉണ്ടായ നിയമമാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഞങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. മലയാളിയുടെ കുടിയേറ്റം എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. നമ്മുടെ ഇന്ത്യക്കകത്ത് വേറെ ഏത് സംസ്ഥാനക്കാരെക്കാളും കൂടുതൽ പല രാജ്യങ്ങളിലേക്ക് കടന്നു പോവുകയും അവരുടെ ഭാഷയും സംസ്കാരവും പഠിക്കുക, അതിനോട് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് മലയാളിയുടെ രക്തത്തിലുള്ളതാണത്. എന്തുകൊണ്ടാണ് നമുക്കറിയത്തില്ല കേട്ടോ. അത് ചില ആൾക്കാരുടെ രീതിയായിരിക്കാം, ചില ദേശങ്ങളുടെ രീതിയായിരിക്കാം. നമുക്ക് പഞ്ഞക്കാലം ഉണ്ടായതുകൊണ്ടോ നമ്മൾ ദാരിദ്ര്യത്തിൽ ജീവിച്ചുകൊണ്ടോ അല്ല അങ്ങനെ. ദേ വോണ്ട് ടു എക്സ്പ്ലോർ. അത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, കൂടുതൽ ബെറ്റർ ലൈഫ് ജീവിക്കണം, കൂടുതൽ ബെറ്റർ ഫെസിലിറ്റീസ് വേണം. എന്നുവെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ മുതൽ ഇങ്ങോട്ടുള്ളതിന് അത്രയും ഫെസിലിറ്റീസ് വേണം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം മലയാളി നാട് വിട്ടു പോയതാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്കറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്കറിയാം എന്നെ കേട്ടുകൊണ്ട് ഒത്തിരിയേറെ ആൾക്കാർക്ക് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാൻ കാണും. എന്നെക്കാട്ടിൽ ഒത്തിരി വർഷം പ്രവാസിയായിരുന്ന ആൾക്കാർ കാണും. പ്ലീസ് കമൻറ്റ് ഓൺ അവർ വീഡിയോ. കാരണം നിങ്ങൾക്കാണ് ഞങ്ങളെക്കാളും കൂടുതൽ എന്തായിരുന്നു അന്നത്തെ കാലം എന്ന് പറഞ്ഞു തരാൻ കഴിയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾക്ക് വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഒരു 50കൾ മുതൽ ഗൾഫിലേക്കും അമേരിക്കയിലേക്കൊക്കെ ഒരു ചായ്വ് മലയാളിക്ക് ആരംഭിച്ചായിരുന്നു. ഇന്ത്യ സ്വതന്ത്രമായ കാലം മുതലേ ഇന്ത്യയിൽ നിന്ന് ആൾക്കാർ വെളിയിലോട്ട് പോയി തുടങ്ങി. 47കളുടെ കഴിഞ്ഞോട്ട് 50-55 വരെ ആയി തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിലൊക്കെ മറ്റേ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിൽ ഇച്ചിരിയോടെ ജന്മി കുടിയാൻ സിസ്റ്റത്തിൽ നിന്ന് മാറി കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ വന്നു. എനിക്ക് എഴുതുകൊണ്ട് ഭൂമി കയ്യിലുണ്ട്, ഞാൻ അധ്വാനിച്ച് കഴിഞ്ഞാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ജീവിക്കാനുള്ള വകുപ്പുണ്ടെന്നൊരു സംഭവം വന്നു. എല്ലാം ജന്മിയുടെ കയ്യിരിക്കുന്നതിനപ്പുറം ഇങ്ങനെ രാഷ്ട്രീയം പറയുമല്ല, പക്ഷേ ഇങ്ങനെ കുറേ നിയമമാറ്റങ്ങളും കുറേ സാമൂഹിക പരിഷ്കരണങ്ങളും വന്നതോടെ മലയാളിക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ വന്നു. നമ്മൾ ഇരുന്നൊന്ന് കാലുറപ്പിച്ച് കഴിയുമ്പോഴാണ് ഇനി എനിക്ക് വളരണമെന്ന് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ മലയാളി കിട്ടിയ ഏത് വിസയും എടുത്ത് ഇപ്പം ഗഫൂർക്ക ദോസ്ത് പറഞ്ഞ പോലെ ആ ഉരുവിൽ കയറി, പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ കേൾക്കുന്നത്, ആ ഉരുവിൽ കയറി ഗൾഫ് പിടിക്കുകയും അവിടുന്ന് ബാങ്കോക്ക് കടന്നു പോവുകയും മലേഷ്യക്ക് പോവുകയും സിംഗപ്പൂരിന് പോവുകയൊക്കെ ചെയ്ത മലയാളികളുടെയും തമിഴന്മാരുടെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാനും കേൾക്കുന്നുണ്ട് 4 ചുറ്റും. അന്നേ നാട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും പൈസ സ്വരുക്കൂട്ടി നാട്ടിൽ ഷോ കാണിക്കാൻ ശ്രമിക്കുകയും നാട്ടിൽ വലുതാകാൻ ശ്രമിക്കുകയും ചെയ്ത മലയാളി നമുക്കങ്ങനെ ഒത്തിരി പേരെ നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം. ഗൾഫിൽ പോയി പൈസ ഉണ്ടാക്കിയവരും മറ്റുള്ള രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ നമുക്കറിയാം. സ്റ്റിൽ ഈ പറഞ്ഞ കാലഘട്ടം ഒരു 80കൾ 90കൾ വരെയാണ്. എൻ്റെയൊക്കെ ചെറുപ്പം, ഞാൻ 80s കിഡ്സാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മൊത്തം ഗൾഫാണ്. നമ്മളെവിടെ നോക്കിയാലും ഗൾഫേ ഉള്ളൂ. അതിപ്പോൾ ഒരു കടയിൽ നിൽക്കുന്ന വിസയ്ക്കാണെങ്കിലും പോലും കുഴപ്പമില്ല, ഗൾഫിൽ പോയി രക്ഷപ്പെടുക എന്നുള്ളത് ആൾക്കാരുടെ ജീവിതവ്രതമായി മാറുകയായിരുന്നു. ഒരു അത്യാവശ്യം ഒന്ന് കോളേജിൽ പോകാൻ, ഡിഗ്രിയൊക്കെ പോകാൻ പറ്റി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞാൽ അന്നേരം ഗൾഫിൽ പോകാമെന്നുള്ളതാണ് പിന്നത്തെ ഒരു രീതി. ഒത്തിരി ആൾക്കാർ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. 2000 ആയപ്പം 2000 വന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് യൂറോപ്പ് ഓപ്പണായി.
അമേരിക്ക ഓൾറെഡി അങ്ങനെ കിടപ്പുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് വിസ കിട്ടാൻ വേണ്ടി, മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയും ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 5, 8, 10 വർഷത്തെ താമസം എടുക്കുന്നൊരു കാലത്താണ് അമേരിക്ക, കാനഡ കിടക്കുന്നത്. കാനഡ, യൂറോപ്പ് ഓപ്പണായ കാലഘട്ടമായിരുന്നു ഈ പറയുന്ന കാലഘട്ടം. അപ്പം ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ചും മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, UK, അയർലൻഡ് മുതലായ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒത്തിരിയേറെ അവസരങ്ങൾ അന്നേരം കയറി വന്നു. സ്റ്റിൽ അതെല്ലാം റെസ്ട്രിക്റ്റ് ആയിരിക്കുന്നത്. അതായത് 2000 തുടങ്ങിയ ഓപ്പണിങ്, അതായത് ഗൾഫിൽ നിന്ന്, ഞാൻ ഇനിയും പറയാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡിനെ ഫോക്കസ് ചെയ്താണ്. കാരണം എനിക്ക് എല്ലാ ഫീൽഡുകളെക്കുറിച്ചും പറയാൻ അറിയത്തില്ല. പിന്നെ ഇവിടെ അങ്ങനെ എല്ലാ ഫീൽഡിലോട്ട് റിക്രൂട്ട്മെൻറ്റ് ഇല്ലായിരുന്നു. ഇവിടെ ഒരു മാനേജറെ തപ്പി നാട്ടിലാരും വരത്തില്ല. ഇവിടെ ഒരു ബാർട്ടൻഡറെ തപ്പി നാട്ടിൽ വരത്തില്ല. കല്ലാശ്ശേരിയെ തപ്പി ഒരു ആർട്ടിസ്റ്റിനെ തപ്പി നാട്ടിലോട്ട് ആൾ വരത്തില്ല. കാരണം അതിന് വേറെ പല രാജ്യങ്ങളും ഉണ്ട്. പിന്നെ യൂറോപ്പിന് തന്നെ ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് നേഷനാണിത്. കുറേ രാജ്യങ്ങളുടെ ഒരു ഭൂഖണ്ഡം. അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പടംവരക്കാരനെയോ അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനെയോ അല്ലെങ്കിൽ ഒരു ആക്ടറെയോ തപ്പി ഒരു ഏഷ്യൻ രാജ്യത്തോട്ട് വരേണ്ട ഗതികേടില്ല. അവർക്ക് തന്നെ ഇഷ്ടം പോലുണ്ട്. അവരാണ് ഇതൊക്കെ കണ്ടുപിടിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്ത ആൾക്കാർ. അപ്പം യൂറോപ്പിൻ്റെ ഗ്രൗണ്ടിനകത്ത് അവർക്ക് ഷോർട്ടായിട്ടുള്ള, അതിനാണ് ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. ഇനി ആ വാക്ക് ഓർത്തിരുന്നോ, ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് അവരുണ്ടാക്കുന്നു. ഇവിടെ നേഴ്സിംഗ് സൈഡ്, പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡിനകത്ത് നമ്മുടെ നാടിൻ്റെ അത്ര ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു ജോബ് സെക്ടർ അല്ലായിരുന്നത്. പ്രഷറുള്ള ജോബാണ്, ജീവൻ വെച്ചുള്ള കളിയാണ്, ടെൻഷൻസ് ഉണ്ട്, ഡിഫിക്കൽട്ടായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിന് അവധി ദിവസങ്ങളിൽ ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഉദാഹരണം വീക്കെൻഡ്സിൽ ഈ സംഭവത്തിന് വർക്ക് ചെയ്യണം. പിന്നെ ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ ചുമ്മാ ഒരു ദിവസം രാവിലെ ആ ജോലി ഇട്ടിച്ച് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ള, കുറേ ഉത്തരവാദിത്തങ്ങളുള്ള ജോലി. അതുപോലെ അതിൻ്റെ പ്രഷറും ഭയങ്കരമാണ്. ഇത് മെഡിക്കൽ ഫീൽഡിൽ ഏത് ജോലിക്കും ബാധകമാണ്. ഇപ്പോഴും നല്ല പണ്ടും ബാധകമാണ്. ഇതിന് ഈ ഒരു വ്യൂ വേണം നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റിനെ കേൾക്കാൻ വേണ്ടി. അപ്പം 2000 മുതൽ ആൾക്കാർക്ക് ഈ ഒരു ഓപ്പണിങ് കൈ കിട്ടുമ്പോഴത്തേനും ഇവിടുത്തെ ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റിനകത്ത് ലിസ്റ്റ് ആയിരിക്കുന്ന ജോലികൾ എന്ന് പറഞ്ഞാൽ നേഴ്സ്, ഡോക്ടർ, ആർക്കിടെക്റ്റ്, എഞ്ചിനീയർ, ഇങ്ങനത്തെ കുറേയേറെ ജോലികളുടെ ഒരു വലിയ സംഭവം വരുവാണ്. കാരണം ഇവിടെ ഉള്ളവർക്ക് പഠിച്ചിട്ടുണ്ടെന്നേ. ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ സ്റ്റേറ്റ് സ്കൂളിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഇവിടെ ആരും നിർബന്ധിച്ച് നിങ്ങളുടെ പറയാം വടിയെടുത്ത് പഠിപ്പിക്കുന്ന സിസ്റ്റമൊന്നുമില്ല. അത് ഈ ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന അമ്മച്ചിമാരോടൊക്കെ ചോദിക്കാനേ അറിയാം. അവരുടെ കാലത്ത് സമ്പന്ന രാജ്യമാണിത്. ലോകം മൊത്തമുള്ള കോളനികൾക്കകത്തും ഇഷ്ടംപോലെ സമ്പത്ത് വന്ന് നിറഞ്ഞു നിൽക്കുന്ന രാജ്യം. യുദ്ധങ്ങളൊന്നും കാര്യമായിട്ടില്ല. കാരണം UK ഒരു പറയാൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന രാജ്യങ്ങൾക്കെല്ലാം കൂടെ പൊതുവായിട്ടുള്ള ഒരു ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റാണ് ഉള്ളത്. ഇതിന് പൊതുവായിട്ട് ഒരു ഗവൺമെൻറ്റും ഉള്ളത്. അത് പക്ഷേ ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലെ ഈ പറഞ്ഞ രാജാവും ഇംഗ്ലണ്ടിലെ മെയിൻ പാർലമെൻറ്റുമാണ് ഈ പറഞ്ഞ എല്ലാ രാജ്യങ്ങളുടെ റൂളുകൾ തീരുമാനിക്കുന്നതെങ്കിലും അവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള പാർലമെൻറ്റുകളുണ്ട് താനും. അവർക്ക് സ്വന്തമായിട്ടുള്ള ഫസ്റ്റ് മിനിസ്റ്റർ എന്നാണ് അവരെ വിളിക്കുന്നത്, പ്രൈം മിനിസ്റ്ററിനെ വിളിക്കുന്നത്, ഫസ്റ്റ് മിനിസ്റ്റർ എന്നാണ് അവരെ വിളിക്കുന്നത്. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റൂളുകൾ തീരുമാനിക്കാനും അവരുടെ ചലഞ്ചുകൾ ചോദിക്കാനും അവരുടെ അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിക്കാനൊക്കെ നമ്മുടെ സംസ്ഥാനങ്ങൾ പോലെ ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെയല്ല, എക്സാക്ട്ലി അങ്ങനെയല്ല, എന്നാലും സംസ്ഥാനങ്ങൾ പോലെ ഒരു സിസ്റ്റം അവർക്കുണ്ട്. ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ അവർക്കറിയാം അവരുടെ രാജ്യത്ത് എന്തൊക്കെയാണ് ഷോർട്ട്. ദേ ആർ ഗോയിങ് ടു ബിൽഡ് ബിഗ് ഇൻഫ്രാസ്ട്രക്ചർ. അതായത് പാലങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവർക്ക് ഒത്തിരിയേറെ വൈൽഡായിട്ടുള്ള ഏരിയകളുണ്ട്. വൈൽഡ് ഏരിയകളിലേക്ക് അവർക്ക് റോഡുകൾ വേണമായിരുന്നു, കുളങ്ങളും ഡാമുകളും വേണമായിരുന്നു. ഇതൊക്കെ പണ്ട് ഇംഗ്ലണ്ട് ചെയ്തുകൊണ്ടിരുന്നതല്ലാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ ആ ലെവൽ ഭയങ്കരമായിട്ട് കൂടി 1900 ശേഷം. അവരുടെ പൈസയുണ്ട്, എന്ത് വേണം പണി അവർക്ക് പറ്റുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ പറഞ്ഞ എല്ലാ റിക്രൂട്ട്മെൻറ്റും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ടി വന്നു. ഇവർക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളിലേക്കെല്ലാം ഒരു ഓപ്പണിംഗ് കൊടുത്തു. ആദ്യം അവരുടെ കണ്ണ് പതിഞ്ഞ് ഗൾഫിലാണ്. കാരണം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രൊഫഷണൽസ് അവിടെ ട്രെയിനിങ്ങോടുകൂടി റെഡിയായിട്ട് നിൽക്കുക. ഇവർ 2000 മുതൽ 2006, 2008 വരെ, 2006 വരെയാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ലത്, 2006 വരെ ഇവർ ഈ ഓപ്പണിംഗ് കൊണ്ട് ഗൾഫിൽ കൊണ്ടുണ്ടാക്കി വെച്ചു. ഒന്നും വേണ്ട, ഇംഗ്ലീഷ് എക്സാം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലും വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം വെച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ട് റിക്രൂട്ട്മെൻറ്റ് കിട്ടും, വേറെ ഒന്നും ചെയ്യാതെ. അതൊരു എനിക്ക് തോന്നുന്നത് 2000 മുമ്പ് മുതൽ ഉണ്ടായിരുന്നെങ്കിലും 2000 മുതൽ ആ കുത്തൊഴുക്ക് നന്നായിട്ട് തുടങ്ങി ഒരു 2006 വരെ നിന്നു. 2006 ആയപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവിടെ വന്നു കൂടിയ ഈ പറഞ്ഞ മലയാളികളുണ്ട്, ഫിലിപ്പീനുകളുണ്ട്. അപ്പം ഇങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നു കൂടുന്നൊരു വലിയ സമൂഹം. ഇതിൽ എത്ര പേർക്ക് പ്രൊഫഷണലി പഠിപ്പുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട 2 കാറ്റഗറിയാണ്. ഒന്ന് മലയാളി, ഇവർക്ക് നന്നായിട്ട് പഠിപ്പുണ്ട്, ഇവർ എന്തെങ്കിലും ഡിഗ്രി ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവിടെ വന്ന് കയറുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പഠിത്തം കഴിഞ്ഞിട്ടാണ് ഈ പ്രൊഫഷണൽ ജോബിന് വന്ന് കയറുന്നത്. ഇവിടെ നിന്നുള്ള ആൾക്കാർ യൂറോപ്പിൽ അവിടെ റിക്രൂട്ട് ചെയ്യാൻ ചെല്ലുമ്പം അവർ നോക്കുമ്പോൾ ഇഷ്ടംപോലെ മലയാളീസ് ഹെൽത്ത് സെക്ടറിൽ നിരന്ന് കിടക്കുവാണ്. ഒന്നും ചെയ്യണ്ട, എല്ലാ എക്സ്പീരിയൻസോടു കൂടി അവിടുത്തെ വാർഡ് ഇൻചാർജുകളും വാർഡിലെ വലിയ പുലികളുമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല, ഇവരുടെ കാശ് കൊണ്ട് കൊടുക്കാൻ നല്ല ലെവലിൽ ഓഫറുകൾ കൊടുത്ത് ഈ പറഞ്ഞ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചു. അന്നത്തെ മൈഗ്രേഷൻ്റെ രീതി ഇതാണ്. പക്ഷേ അന്നത്തെ മൈഗ്രേഷൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോയി ജീവിക്കുന്ന അറബി ഭാഷയാണ് മെയിനായിട്ട് വേണ്ടത്. അവരത് പഠിച്ച് അതിനോട് അഡാപ്റ്റായി അവർ സ്വസ്ഥമായിട്ടവിടെ ജീവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കിട്ടുന്ന ശമ്പളം മൊത്തം കയ്യിൽ റെഡിയായിട്ട് നിൽക്കുക. അവിടെ ടാക്സിൻ്റെ സിസ്റ്റം ഇല്ല. അന്ന് ഗൾഫിൻ്റെ രീതി അനുസരിച്ച് ടാക്സ് നമ്മുടെ പരിപാടി ഇല്ല. എത്ര കിട്ടുന്നു അത് മൊത്തം കൈ വെറുതെ ഇരിക്കുവാണ്.
ജീവിക്കാൻ വളരെ തുച്ഛമായ ചിലവിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ വന്നുകൂടിയ ആൾക്കാർക്ക് അന്നത് വലിയൊരു ഡിഫിക്കൽറ്റി അല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ അന്ന് വലിയ ഹയർ ടാക്സ് സിസ്റ്റം ഒന്നും ഇല്ല. പലിശ എന്ന് പറയുന്നത് 0.5% അന്നത്തെ പലിശയൊക്കെ ഉള്ളത്. അന്നത്തെ അല്ല, ഗ്രാജുവലി കുറച്ച് കൂടുകയും കുറയുകയും ചെയ്തപ്പോൾ ഞാൻ പറയാം, എന്നാലും പലിശ നിരക്കുകൾ ഇതുപോലത്തെ 4-5% ഒന്നും പലിശയുടെ സംഭവമൊന്നും അന്നില്ല. അന്ന് ഇൻഫ്ലേഷൻ റേറ്റുകളുടെ പ്രശ്നങ്ങളൊന്നും യു കെക്കില്ല. സ്വാഭാവികമായിട്ടും യു കെ ആണ് ആദ്യം തുടങ്ങി, പിന്നെ അയർലൻഡ് തുടങ്ങി. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുത്തെ വർക്ക് ഫോഴ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഗൾഫിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് വന്നു. മെയിനായിട്ടും വന്നു കൂടിയ ആൾക്കാർ ആരൊക്കെയാണ്? ഫിലിപ്പീനുകളും മലയാളികളും. ഇവരിവിടെ നന്നായിട്ടൊരു കളം പിടിച്ചു. നല്ല കിടുക്കൻ വർക്കേഴ്സായിരുന്നു, നല്ല കിടുക്കനായിട്ട് നോളജബിൾ ആയിട്ടുള്ള, നല്ല വിൽ പവറുള്ള, ചലഞ്ചുകളെ നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയുന്ന, ഒരു ചലഞ്ചിൽ പോലും പുറകോട്ട് പിന്മാറി പോകാതെ അവനവൻ്റെ അതായത് അവൻ്റെ രജിസ്ട്രേഷൻ റിസ്ക് ചെയ്താൽ പോലും ആ ആളെ സേവ് ചെയ്യാൻ പറ്റുന്നില്ല, ആ ജോലി പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഇല്ലെങ്കിൽ ഔട്ട് ഓഫ് ബോക്സ് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ അറിയുന്ന ടൈപ്പിലുള്ള വർക്കേഴ്സ്. ദേ ആർ പ്രൊഫഷണൽസ്. താങ്ക് യു സോ മച്ച്. നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് വന്ന 2-3 തലമുറയെക്കുറിച്ച് പറഞ്ഞത്, അവരുണ്ടാക്കിയെടുത്ത പേര് കൊണ്ടാണ് ഇന്ന് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. ഇപ്പോഴും മലയാളിയെ ആൾക്കാർ മതിക്കുന്നത്. നമ്മളൊക്കെ ഒരു യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറാണോ നേഴ്സാണോ എന്നൊക്കെ ഡൗട്ടുണ്ട്. കാരണം അവർക്കറിയുന്ന ഇന്ത്യൻസ് മുഴുവൻ ഡോക്ടേഴ്സാണ്. അവരുടെ ജീപ്പുകളും അവരുടെ ചെറുപ്പത്തിലെ അവരുടെ ഡോക്ടർ ജീപ്പുകളിൽ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഡോക്ടർമാരെല്ലാം ഇന്ത്യൻസാണ്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസ്. അവർക്ക് അങ്ങനെയാണ് നമ്മളെ അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബഹുമാനം നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞൊരു കാലഘട്ടം വരെ. 2000-ൻ്റെ കാലം കഴിഞ്ഞു. 2006 ആയപ്പോൾ ഇവിടുത്തെ ഐഡിയ മാറി. കാരണം ഇവർക്ക് മനസ്സിലായി, കൊണ്ടുവന്ന ആൾക്കാർക്ക് ഒരു ന്യൂനതയുള്ളത്, ഇവർക്ക് ഇംഗ്ലീഷ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ തട്ടിമുട്ടി ഇംഗ്ലീഷാണ്. ഡാ ഹൗ ആർ യു ഡാ എന്ന് പറയുന്ന സ്റ്റൈലിൽ. ഞാൻ കളിയാക്കിയതല്ല, ഇപ്പോഴും അങ്ങനത്തെ ആൻറ്റിമാരും ചേച്ചിമാരും ഒത്തിരി ഉണ്ട് വാർഡുകൾക്കകത്ത്, ഞങ്ങൾക്ക് അറിയുന്ന നേരിട്ട്. അത്രേ ഉള്ളൂ, അവർക്ക് അങ്ങനെ മാനേജ് ചെയ്താൽ മതി. അതുകൊണ്ട് ഡോക്യുമെൻറ്റേഷനൊക്കെ ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതോടെ അവർ ജീവിതം ഇച്ചിരി ഈസിയായി. അവരുടെ കാലത്ത് ഗവൺമെൻറ്റിന് കത്തി, ഇനി ഇംഗ്ലീഷിൻ്റെ എക്സാം പ്രോപ്പറായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ആർക്ക് വേണം കയറി വരാൻ പറ്റും. എല്ലാവരും കയറി വന്ന് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഇംഗ്ലീഷ് എക്സാം സ്റ്റാർട്ട് ചെയ്തു. ആണ് IELTS എന്ന് പറഞ്ഞ്. IELTS എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു ഇംഗ്ലീഷ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. അതിന് സ്കോറുകൾ കൊണ്ടുവന്നു. ആദ്യമേ 6 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 10 6 എന്ന് സ്കോർ കൊണ്ടുവന്നു. പിന്നെ 6.5 ആക്കി, 7 ആക്കി, 7.5 ആക്കി. പിന്നെ ഇതിന് അവർക്ക് മനസ്സിലായി 7.5 ഒക്കെ അച്ചീവ് ചെയ്യാൻ ഭയങ്കര പാടാണ്, 7ഉം 7.5 ഒക്കെ. അപ്പോൾ അതിനെ ഒരു ക്ലബ് ചെയ്ത് കുറയ്ക്കാൻ ശ്രമിച്ചു. ഇത് ഞാൻ പറയുന്നത് 2000 മുതൽ 2010 വരെയുള്ള കാലത്തെ കാര്യമാണ് പറഞ്ഞത്. 2010 ഞങ്ങളൊക്കെ എത്തുന്നത്. ഞാനൊക്കെ എത്തുന്നത് IELTS എഴുതി ആ ഒരു സ്റ്റൈലിലാണ് എത്തുന്നത്. അന്നത്തെ കാലത്തിൽ ഇത് പറഞ്ഞാൽ ഇംഗ്ലീഷ് എക്സാംസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് കോപ്പികൾ അവർ ചോദിക്കും. ആ കോപ്പികൾക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഏത് രജിസ്ട്രേഷൻ ബോഡിയാണോ, അപ്പോൾ നമ്മൾ അന്നത്തെ ഓരോ വർഷം ഒരു ഷോർട്ടേജ് ഒക്കുപേഷൻ ലിസ്റ്റ് പുതുക്കും. ഇതിൽ ഒരിക്കലും മാറാത്ത 2 കൂട്ടരാണ് ഡോക്ടേഴ്സും നേഴ്സുമാരും. അതും ചില സ്പെഷ്യാലിറ്റി നേഴ്സിംഗ് ഗ്രൂപ്പിനകത്ത് ഒരിക്കലും അത് ആ സംഭവം ഷോർട്ടേജ് മാത്രമേ ഉള്ളൂ ഇന്നും. കാരണം ഇവരെ ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അത്രയും റെയറായിട്ടാണ് NICU, പിള്ളേരെ നോക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്ന ICUവിനകത്ത് നേഴ്സുമാരുടെ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒരിക്കലും ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അതൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ആ വേക്കൻസി തീരത്തില്ല. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും ഷോർട്ടേജ് സ്പെഷ്യലിസ്റ്റ് ഉള്ളതാണ്. നേഴ്സുമാർ വർഷങ്ങളോളം എനിക്കൊന്ന് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് പിന്നെ ഒരു ചർച്ച പോലും വന്നതിനകത്ത്, അത് വേണോ വേണ്ടതെന്ന്. അതുവരെ ആരും ചർച്ച പോയിട്ട് തൊടാൻ പോലും മുതിരത്തില്ല ആ ഒരു ഫീൽഡിനകത്ത്. അത്ര ടൈറ്റ് ഫീൽഡാണ് ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞ ഏതാണ്ട് ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഷോർട്ടേജ് സ്പെഷ്യലിസ്റ്റിനെ കുറിച്ച്. ഈ ഒരു ലിസ്റ്റ് അനുസരിച്ചാണ് ഇവിടുത്തെ റിക്രൂട്ട്മെൻറ്റുകൾ എന്നും ഓടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയാണ് വിസകൾ അലോക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വിസ അവൈലബിൾ ആണെങ്കിൽ ആ ജോലി ഇവിടെ വേണ്ടേ? ആ ജോലി ഉണ്ടോ ഇല്ലെന്ന് അവർ കണ്ടുപിടിക്കുന്നത് ഈ ലിസ്റ്റിനനുസരിച്ചാണ്. ഈ ലിസ്റ്റിൽ ആ ജോലി ഉണ്ടെങ്കിൽ ആ വിസ കൊടുക്കാൻ അവൈലബിൾ ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ എല്ലാ തവണയും ആൾക്കാർ ചെക്ക് ചെയ്യുന്ന ഈ ലിസ്റ്റിനകത്ത് ഏതൊക്കെ ജോലികളുണ്ടെന്നുള്ളതാണ്.